ഇന്നത്തെ ദിവസം ഒന്ന് ചീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ചീറ്റിംഗ് ഒന്നുമല്ല, കുറച്ച് അൺഹെൽത്തി ആയിട്ടും കുറച്ച് ഹെൽത്തി ആയിട്ടും വേണമെന്ന് വിചാരിച്ചു. എല്ലാ ചീറ്റ് മീലും ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ്. ഇന്ന് ചിക്കൻ പരട്ടാണ് കഴിക്കുന്നത്. സോ ചിക്കൻ പരട്ടും പുട്ടും അതാണ് ഇന്നത്തെ ചീറ്റ് മീൽ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഈ പുട്ടും റൈസൊക്കെ കഴിക്കാൻ പോകുമ്പോൾ അവരിങ്ങനെ ഈ നമ്മുടെ കാബ്സിൻ്റെ അളവ് ഇങ്ങനെ കൂടുതൽ കൊണ്ടുപോയി. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കാബ്സിൻ്റെ അളവ് അത്രയും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാബ്സ് കഴിച്ചാൽ. എനിക്ക് അരക്കുട്ടി പുട്ട് മതി. പുട്ട് മാറ്റിത്തരാൻ പറഞ്ഞു, മാറ്റി തന്നു, പാതി തന്നു. നമുക്ക് ഇത്രയും മതി, ഇത്രയും കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഫുഡ് കൊള്ളാം, ഒരു മീഡിയം ടേസ്റ്റ്. ഇനിയിപ്പം ഏത് ഹോട്ടലാണെന്ന് സ്പെസിഫിക് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടയിൽ നിന്ന് കഴിക്കുക. പക്ഷേ അത് എപ്പോഴും മാക്സിമം ഒന്ന് ഒരു വിധമെങ്കിലും ഹെൽത്തി ആയിട്ട് നോക്കുക. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് പ്രോട്ടീൻ വേണം എനിക്ക്, അതുപോലെ ഗുഡ് കാബ്സും വേണം. അതൊരു ചീറ്റ് മീലും ആയിരിക്കണം. എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫുഡുകളോട് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. നല്ല ഫുഡായിരുന്നു, കഴിച്ചു, അത് ഫിനിഷ് ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുക. നമ്മൾ മിക്ക ഹോട്ടലിലും പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാബ്സ് അവരിങ്ങനെ പ്രൊവൈഡ് ചെയ്യും ഫ്രീ ആയിട്ട്. ചിക്കനോ പൊരിച്ച മീനോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ നമുക്ക് ഫ്രീ ആയിട്ട് തരത്തില്ല. ഒരുപാട് ചോറിട്ടിട്ട് പറയും ഇത് കഴിച്ചിട്ടേ പോവാവൂ, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് വേസ്റ്റ് വരും എന്നുള്ള രീതിയിൽ. ഇത്രയും കാബ്സ് നമുക്ക് ആവശ്യമില്ല. ഇത്രയും കാബ്സ് നമുക്ക് തന്നിട്ട് എന്താണ്, ഒരു പ്രയോജനമില്ല. ആവശ്യത്തിന് മാത്രം കഴിക്കുക. ഓക്കെ, നെക്സ്റ്റ് എനിക്കൊരു കസ്റ്റേർഡ് ബൺ കഴിക്കണമെന്നാണ് വിചാരിച്ചു. നേരെ സംസമിൽ പോയി ഒരു കസ്റ്റേർഡ് ബൺ വാങ്ങി. ഒരെണ്ണം. ഞാൻ ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ച് എക്സ്പേർട്ടാണ്. മീൻസ് എനിക്കിങ്ങനെ കൂടെ ആൾക്കാർ വേണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ഫുഡിയും കൂടെയാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം ഞാൻ നല്ല ടേസ്റ്റോടെ കഴിക്കാൻ എപ്പോഴും നോക്കാറുണ്ട്. ഒറ്റയ്ക്കൊക്കെ കഴിക്കാറുണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ വൈഫ് എന്തായാലും ചെറിയൊരു മണക്കമൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. എന്നാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാണ് ഫോർ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനുള്ളത്. അല്ലാതെ ഫോറിനേഴ്സിൻ്റെ ഫുഡ് നോക്കി വെയിറ്റ് കുറച്ചിട്ട് യാതൊരു കാര്യമില്ല. മീൽ നമ്പർ 3 ഇത് ഇപ്പോഴൊന്നും കഴിച്ചതല്ല, കുറച്ച് നാൾക്ക് മുന്നേ കഴിച്ചതാണ്. ഞാൻ എല്ലാ വീക്കിലും ഓരോ ചീറ്റ് മീൽ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ചീറ്റ് മീൽ മീൻസ് ഔട്ട് സൈഡുള്ള ഫുഡ്. ഞാൻ വീട്ടിലുള്ള എല്ലാ ഫുഡും കഴിച്ചുകൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കുന്നത്. ഔട്ട് സൈഡുള്ള ഫുഡിനാണ് ഞാൻ ചീറ്റ് മീൽ എന്ന് ഉദ്ദേശിച്ചത്. സോ ആ ചീറ്റ് മീലിൽ ഞാൻ മാക്സിമം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ തന്നെ മാക്സിമം നോക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ടേസ്റ്റും വേണം, പുറത്തുള്ള ഫുഡും ആയിരിക്കണം. സോ ഇത് വന്നിട്ട് ഷവർമ. ഓക്കെ, ഷവർമ റോളാണ്. റോള് വന്നിട്ട് ഇത് ഉണ്ടാക്കുന്നത് ഫുൾ മീറ്റിലാണ്. ഇതിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ഉപയോഗിക്കാറില്ല. ഇപ്പോഴത്തെ ഷവർമയിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലാതെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കണം. നമ്മൾ പറഞ്ഞാൽ അവർ ചെയ്തു തരും, ഉറപ്പായിട്ടും ചെയ്തു തരും. ഫ്രഞ്ച് ഫ്രൈസിന് പകരം നല്ല വെജീസും ചിക്കനും, ഫുൾ ചിക്കനും വെച്ച് റൊമാലിയിൽ ഉണ്ടാക്കിയെടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ആക്ച്വലി ഇത് മയോണസ് അല്ല, ഇത് കേർഡിലുണ്ടാക്കുന്ന സോസാണ്. നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. സ്റ്റേ ട്യൂൺ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുറേ വർഷങ്ങളായി. ബൈ, ഗുഡ് നൈറ്റ്.